സമരമുന്നണിയിൽ ഞങ്ങൾ എപ്പോഴും ആദ്യം ഉണ്ടാകുമെന്ന സന്ദേശം കൊടുക്കാനാണ് അയുക്തികമെന്ന് തോന്നുന്ന ഒരു കോമാളിത്തരമായിട്ട് കൂടി ഇന്ന് ഈ സമരം ചെയ്യാൻ മഹിളാ മോർച്ച തീരുമാനിക്കുന്നത്. മെയ് 15 സർക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ നടപ്പിലാക്കുന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. സർക്കാർ വന്നിട്ടില്ല. സർക്കാർ വരാൻ കുറച്ച് സമയമെടുത്തു. സർക്കാർ വരുമ്പോൾ ആ സമരം നടത്തുന്നതിൽ എൻ്റെ യുക്തി അവരത് ചെയ്യുന്നതിനെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഞങ്ങളാണ്. ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സർക്കാരിനോട് പകരം ചോദിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. സമരമുന്നണിയിൽ ഞങ്ങൾ എപ്പോഴും ആദ്യം ഉണ്ടാകുമെന്ന സന്ദേശം കൊടുക്കാനാണ് അയുക്തികമെന്ന് തോന്നുന്ന ഒരു കോമാളിത്തരമായിട്ട് കൂടി ഇന്ന് ഈ സമരം ചെയ്യാൻ മഹിളാ മോർച്ച തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരർത്ഥത്തിലൊരു കോമാളിത്തരമായിരിക്കുമ്പോഴും BJPയുടെ പ്ലാനും പദ്ധതിയും എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അകത്തും പുറത്തും പ്രധാന പ്രതിപക്ഷമായി ആദ്യം സംസാരിക്കാൻ, ഉറക്കെ സംസാരിക്കാൻ, സമരം ചെയ്യാൻ ഞങ്ങളുണ്ടാവും എന്ന BJPയുടെ പദ്ധതിയാണ് ഈ കാണുന്നത്. അപ്പോൾ BJP അടുത്ത 5 വർഷക്കാലം വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ സൂചനയായിട്ട് കൂടി ഇതിനെ കാണണം. ഇന്നത്തെ സമരം ഒരർത്ഥത്തിലൊരു തമാശയാണ്. കാരണം ഗവൺമെൻറ് വന്നിട്ടില്ല. പിന്നെ അവിടെ കയറിയിരുന്ന ആളുകൾ പറഞ്ഞ വാഗ്ദാനം പാലിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്ന മഹിളാ മോർച്ച നേതാക്കന്മാരെ കാണുന്നുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട അവരുടെ മുൻ സ്റ്റേറ്റ് പ്രസിഡന്റുണ്ട്. ഇപ്പോൾ അവിടെ മഞ്ചേശ്വരത്തിൽ നിന്ന് വെറുപ്പ് വിളമ്പിക്കൊടുന്ന കക്ഷി. ആ പുള്ളി 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. ഇന്ന് 1/2 ലിറ്റർ പെട്രോൾ 50 രൂപയ്ക്ക് കിട്ടത്തില്ല എന്നാരും ഓർക്കണം. മോദിജി കൊടുത്ത വാഗ്ദാനങ്ങളുടെ കഥയാണെങ്കിൽ ഒരു ലോഡ് നമുക്ക് പറയാനുണ്ട്. അതിനൊരു 3.5 എപ്പിസോഡ് വേണ്ടി വരും. അതുകൊണ്ട് അതിന് തമാശ അവിടെ കിടക്കുകയാണ്. പക്ഷേ BJPയുടെ ഉന്നം ഇതാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്.